കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേ മതിയാവൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയെയാണ് നിലപാട് അറിയിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ച് ഇറക്കിവിട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് കെ സുധാകരൻ ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. സംസ്ഥാന നേതൃത്വത്തിലെ ഭിന്നതയിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയും കടുത്ത അതൃപ്തിയിലാണ്. കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവന്നത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ സുധാകരൻ അയോഗ്യനാണെന്ന് വി.ഡി. സതീശൻ നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം കെ.പി.സി.സി അധ്യക്ഷനെ വിശ്വാസത്തിൽ എടുക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകരുതെന്ന് എ.ഐ.സി.സി നേതൃത്വത്തോട് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെടുകയുണ്ടായി. സുധാകരനുള്ള പിന്തുണയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെന്നിത്തല പരസ്യമാക്കി. പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ച് ഇറക്കിവിട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് കെ സുധാകരൻ ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. സുധാകരനെ പെട്ടെന്നൊഴിവാക്കിയാൽ സാമുദായിക സമവാക്യങ്ങളിൽ വിള്ളൽ വീഴുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയും ഈഴവ സമുദായവും ഇടഞ്ഞാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അതിനിടെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ആന്റണിയും നീക്കം സജീവമാക്കി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പിന്തുണയോടെയാണ് ഈ നീക്കമെന്നാണ് സൂചനകൾ. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിന് തിരുവനന്തപുരം ഡി.സി.സി പ്രസിഡന്റ് പാലോട് രവിയും അവകാശവാദം ഉന്നയിച്ചു. അതേസമയം കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന വാശിയില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. തനിക്ക് ഇതൊരു ആഡംബരമോ അലങ്കാരമോ അല്ല, ആർക്കും ഏത് പ്രസിഡന്റിനെയും വെക്കാം, ആ പ്രസിഡന്റിന് സഹകരണം കൊടുക്കും. പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്നില്ലെന്നും അത്തരം ചർച്ചകൾക്ക് ആരും എതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം വലിയ സ്വപ്നമല്ല, മുഖ്യമന്ത്രി സ്ഥാനം പോലും സ്വപ്നമല്ല. താൻ അതിനൊന്നും ശഠിക്കാൻ പോകുന്നില്ല. തന്റെ രാഷ്ട്രീയം CPM-നെതിരായ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ CPM-നെതിരെ പോരാടുന്നയാളാണ്. ആ പോരാട്ടം തുടരും. അതിന്റെ ഭാഗമായി പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാതിരിക്കുകയാണ് ലക്ഷ്യമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ.പി.സി.സി പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. കെ.പി.സി.സി പ്രസിഡന്റ് ആയില്ലെങ്കിൽ വായുവിൽ പറന്നുപോകില്ല, താൻ ജനമനസ്സിലുണ്ടെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുണ്ടാകുമെന്നും പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം നേതൃമാറ്റ ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊരു ചർച്ച വന്നാലും അതിന് ആരും എതിരല്ല. ന്യായാന്യായം നോക്കി യുക്തമായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് എടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡി.സി.സി ട്രഷറർ N.M. വിജയനും മകൻ ജിജേഷിനും ആത്മഹത്യ ചെയ്ത കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് പോലീസ് ബോധ്യപ്പെടുത്തിയാൽ പോലീസിന്റെ നിർദ്ദേശം അംഗീകരിക്കുമെന്നും കെ സുധാകരൻ ഇതോടൊപ്പം വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മനസാ വാച കർമ്മണ താനുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ തന്നെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമാണ്. കേസ് ഒരുപാട് നടത്തി ശീലമുള്ളയാളാണ്. അതുകൊണ്ട് അതിലൊന്നും തന്നെ പേടിപ്പിക്കാനും വിറപ്പിക്കാനും ആരും നോക്കേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.